അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സ്ട്രക്ചർ ഓഫ് ഗാൽവ ഫീൽഡ് ഓഫ് ഓർഡർ 16 ഓർഡർ എന്ന ഗാൽവ ഫീൽഡിൻ്റെ സ്ട്രക്ചർ. സിൻസ് x⁴ x+1 ഈസ് ഇറഡ്യൂസിബിൾ ഓവർ Z2. കാരണം റീസൺ നോക്കണ്ട, നമ്മൾ അതന്നെയല്ല ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ. നമ്മൾ ഇറഡ്യൂസിബിളിൻ്റെ ആ സെക്ഷനിൽ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം x⁴ x+1 ഇറഡ്യൂസിബിൾ ഓവർ Z2 ആണ്. വി നോ ദാറ്റ് GF16 ഈസ് ഐസോമോർഫിക് ടു. അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ ആയിട്ടുള്ളൊരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ax³ + bx² + cx + d + id ജനറേറ്റീവ് x⁴ + x+1 എന്നതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി സി ഡി എല്ലാം വരുന്നത് Z2-നകത്തു നിന്നാണ്. എല്ലാത്തിനും 2 2 2 വീതം ഓപ്ഷൻസ് ഉണ്ട്. Z2-നകത്ത് 2 എലമെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 2 × 2 × 2 × 2 16 എലമെൻറ്റ്സ് ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ GF16 16 എലമെൻറ്റ്സ് ഉള്ള ഫീൽഡാണല്ലോ. ഇതും 16 എലമെൻറ്റ്സ് ആണുള്ളത്. രണ്ടും ഐസോമോർഫിക്കാണ്. അപ്പോൾ നമുക്കതിനെ GF16 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിനകത്തൊരു എലമെൻറ്റ്സ് എടുത്ത് എങ്ങനെ ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് 2 എലമെൻറ്റ്സ് എടുത്ത് സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എവിടെയൊക്കെ 2 വരുന്നു അതെല്ലാം 0 ആയി മാറും. കാരണം Z2-നകത്താണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, x⁴ + x+1 = 0. x⁴ is equal to -x -1. x⁴ is x+1. ഈ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z2-നകത്തിൽ 1ൻ്റെ അഡിറ്റീവ് ഓർഡർ 1 തന്നെ. 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 1 തന്നെ. അപ്പോൾ -1 എന്നുള്ളത് 1 ആവും. അപ്പോൾ x⁴ is x+1 എന്ന് കിട്ടും. ഇതിനെ മൊത്തത്തിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x⁵ is equal to x² + x. വീണ്ടും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x⁶ is equal to x³ + x². ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 2 വരുന്നത് 0 ആയി മാറും. To simplify the multiplication, we make use of the fact that non-zero elements of GF16 form a cyclic group of order 15. Okay. ഇതിനകത്തിലെ മൾട്ടിപ്ലിക്കേഷൻ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോൺ സീറോ എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യും? 2 വരുന്നല്ല 0 ആൻഡ് നോൺ സീറോ എലമെൻറ്റ്സ്. ടു സിംപ്ലിഫൈ ദ മൾട്ടിപ്ലിക്കേഷൻ വി മേക്ക് യൂസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് GF16 ഫോം എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 15. To simplify the multiplication, we make use of the fact that non-zero elements of since the elements must have multiplicative order that divides 15, we need only to find an element alpha such that okay, x³ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x³ ഒരിക്കലും എന്തല്ല, x³ is equal to x³ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. x⁴ x+1 ആണ്. ഇതിനെ മൊത്തത്തിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പം x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x⁵ കിട്ടും. ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് x⁶. അപ്പോൾ x³ is equal to x³ ഉണ്ട്. x⁶ is equal to x³ + x² മേലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. x³ എന്ന് പറയുന്നത് x⁶ - x² എന്ന് കിട്ടും. അപ്പോൾ x³ കിട്ടി, അതൊരിക്കലും 1 അല്ല. ഇനി ഇതേപോലെ തന്നെ x⁵ നോക്കിക്കഴിഞ്ഞാലും അതും ഒരിക്കലും 1 അല്ല. അപ്പോൾ α³ 1 അല്ല, α⁵ 1 അല്ല. ഓക്കെ, അപ്പം α³ 1 അല്ല, α⁵ 1 അല്ലാത്തൊരു ആൽഫ കണ്ടുപിടിക്കണം. ഒരേ സമയം അതിൻ്റെ ഓർഡർ 3 അല്ല 5 അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 15 ആകാനേ ചാൻസ് ഉള്ളൂ. കാരണം 15 ആണ് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ ഓർഡർ. അപ്പോൾ 15ൻ്റെ ഡിവൈസേഴ്സ് 1, 3, 5, 15 ഇത്രയാണ് വരുന്നത്. ഓക്കെ, therefore we can write GF16 0, 0, 1, x, x² etc. x⁴, where x⁵ is equal to 1. Then for example, x⁻10 × x⁻7 is equal to x⁻17. x⁻17 എന്ന് പറഞ്ഞാൽ ഇവിടെ x² ആണ്. മൾട്ടിപ്ലിക്കേഷൻ കൺവേർഷൻ ടേബിൾ ഫോർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ GF16. 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, x തന്നെ, x² x³ തന്നെ, x⁴ എന്ന് പറയുന്നത് x+1, x⁵ എന്ന് പറയുന്നത് x² + x, x⁶ എന്ന് പറയുന്നത് x³ + x², x⁻7 എന്ന് പറഞ്ഞാൽ x³ + x+1, x⁸ എന്ന് പറഞ്ഞാൽ x² + 2x+1. അങ്ങനെ നമുക്ക്
ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് x⁴ പ്ലസ് x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നതാണ് x⁴ 0 മൈനസ് x⁴ x പ്ലസ് 1 എന്ന് കിട്ടിയല്ലോ. പിന്നെ അവിടെ നിന്ന് ബാക്കിയെല്ലാം അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് 2 വരുന്നതെല്ലാം നമുക്ക് 0 കൊടുക്കാം, അങ്ങനെ എഴുതാം. ഇനി അഡിറ്റീവ് ഫോമിൽ നിന്ന് തിരിച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് ആവുന്നതുകൊണ്ട് x പ്ലസ് 1നെ x⁴ കൊടുക്കുക. x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² തന്നെ, x² പ്ലസ് x എന്ന് പറഞ്ഞാൽ x⁵. അങ്ങനെ ഓരോന്നിനെ മാറ്റുക. സബ് ഫീൽഡ്സ് ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ്.